ആലപ്പുഴ പള്ളിപ്പുറം കുടിവെള്ള ടാങ്കിൽ ഇറങ്ങിയ യുവാക്കൾക്കെതിരെ കേസെടുത്ത് പോലീസ്. ഇന്നലെ വൈകുന്നേരമാണ് റീൽസ് എടുക്കാനായി ടാങ്കിലേക്ക് യുവാക്കൾ ഇറങ്ങുന്നതും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നതും. ഇത് കാരണം ഇന്നലെ മുതൽ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം താത്കാലികമായി മുടങ്ങിയിരിക്കുകയാണ്. വെള്ളം പൂർണ്ണമായും ടാങ്കിൽ നിന്നും മാറ്റി പുതിയ വെള്ളം നിറച്ച ശേഷമായിരിക്കും കുടിവെള്ള വിതരണം പുനരാരംഭിക്കുകയെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരമാണ് ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാട്ടർ ടാങ്കിലേക്ക് 3 യുവാക്കൾ ഇറങ്ങുകയും അത് റീൽസ് എടുക്കാനായി അതിൻ്റെ ചിത്രീകരണത്തിനായി ഈ വാട്ടർ ടാങ്കിലേക്ക് ഇറങ്ങുകയും പിന്നീട് അത് നാട്ടുകാർ കാണുകയും പോലീസിന് വിവരമറിയിച്ച് അവരെ പോലീസിൽ ഏൽപ്പിക്കുകയും എല്ലാം ചെയ്തത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാട്ടർ ടാങ്കിൻ്റെ സംഭരണശേഷി ഏകദേശം 16.2 ലക്ഷം ലിറ്ററാണ്. ഇതാണ് പള്ളിപ്പുറം പഞ്ചായത്തിലേക്കുള്ള വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന വാട്ടർ ടാങ്ക്. ഇവിടെയാണ് ഇന്നലെ ഈ 3 യുവാക്കൾ ചേർത്തല സ്വദേശികളായിട്ടുള്ള ജയരാജ്, യദുകൃഷ്ണൻ, അതുൽ കൃഷ്ണൻ അങ്ങനെ പറയുന്ന 3 യുവാക്കൾ ഇവിടേക്ക് എത്തുകയും ഈ വാട്ടർ ടാങ്കിലേക്ക് ഇറങ്ങുകയും ചെയ്ത സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽ ആദ്യം പിടിക്കുകയും അവർ ഈ യുവാക്കളെ ഇവിടെ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസ് എത്തി അവരെ താഴെ ഇറക്കുകയുമായിരുന്നു. ഇപ്പോൾ നിലവിലേതായാലും അവർക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ കൂടി ചേരുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായതോടുകൂടി ഈ പ്രദേശത്തെല്ലാം തന്നെ ഇപ്പോൾ കുടിവെള്ള വിതരണം ആകെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കുടിവെള്ളം മലിനപ്പെട്ടതടക്കമുള്ള ഒരു ആശങ്ക നാട്ടുകാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് തന്നെ എൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. ഇതിൻ്റെ ഇപ്പം ക്ലീനിങ് എല്ലാം തന്നെ ചെയ്യേണ്ടത് 16.2 ദശലക്ഷം ലിറ്റർ വെള്ളമാണ്. 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ ഒരു സംഭരണശേഷിയുള്ള ജലസംഭരണിയാണിത്. ഇപ്പോൾ ഇന്നലെ ഈ ടാങ്കിന് ഉൾവശത്തെ ആൾക്കാർ ഇറങ്ങി എന്നുള്ള അറിയിപ്പ് കിട്ടിയതോടെ ഉടൻ തന്നെ നമ്മൾ ഇതിൻ്റെ ഡെലിവറി വാൽവ് പൂർണ്ണമായിട്ടും അടച്ച് ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം പൂർണ്ണമായിട്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നിലവിൽ ആ ടാങ്കിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വെള്ളം നമ്മൾ കവർ ചെയ്തിട്ട് പൂർണ്ണമായിട്ടും പുറത്തോട്ട് ഒഴുക്കി. അതിനുശേഷം നമ്മൾ ടാങ്ക് പൂർണ്ണമായിട്ടും കഴുകി അണുവിമുക്തമാക്കുന്ന പ്രവൃത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അണുവിമുക്തമാക്കിയതിന് ശേഷം നമ്മുടെ വെള്ളം ലോഡ് ചെയ്തിട്ട് വാട്ടർ അതോറിറ്റിയുടെ തന്നെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം പരിശോധന നടത്തി മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കത്തുള്ളൂ. നാളത്തോടുകൂടി അത് പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ പിള്ളേർ മേളിൽ നിന്ന് താഴെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് താഴെ ഇറക്കി അവർ ഇവിടെ നിന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് അവർ ഓടാൻ ശ്രമിച്ച് നമ്മൾ എല്ലാവരും കൂടി പിടിച്ചു നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്ന് പോലീസിനെ ഏൽപ്പിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ ഈ വെള്ളം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുണ്ട്, ആ പുള്ളിയോട് പറഞ്ഞ് വെള്ളം തുറന്നു പിടിച്ചു. പിന്നെ അതിൽ നിന്ന് ഇവർ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ വന്നപ്പോൾ അവരെ കൊണ്ട് ഈ ബോട്ടിലിൽ വെള്ളം എടുത്ത് ചെക്ക് ചെയ്തിട്ട് വല്ല കലക്കിയിട്ടുണ്ടോ ഇല്ലോ എന്നറിയില്ലോ. അപ്പോൾ അത് കാരണം അവരോട് വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുടിവെള്ളം ഒന്നുമില്ല, കംപ്ലീറ്റ് സ്റ്റോപ്പാണ്. ഇന്നലെ രാത്രി മുതൽ വെള്ളം സ്റ്റോപ്പാണ്. ഇപ്പോൾ ഈ ഒരു ജലസംഭരണി നിൽക്കുന്ന പുരയിടം പൂർണ്ണമായും അതിലൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഗേറ്റ് എല്ലാം മുഴുവൻ സമയം ഇത് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഇടമാണ്. അതിലേക്കാണ് ഈ 3 യുവാക്കൾ ഈ ചാടിക്കടക്കുകയും ഈ ഒരു മുകൾ വരെയുള്ള പടിക്കെട്ടുകൾ കടന്ന് മുകളിലേക്ക് കയറി ഈ ഒരു റീൽസ് എടുക്കാനെന്നുള്ളൊരു കാര്യമാണ് അവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്ന ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ 3 യുവാക്കളുടെ പ്രവൃത്തിയിൽ കുടിവെള്ള വിതരണം ഈ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം ആകെ മുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒരു പ്രദേശത്തിൻ്റെ ആകെ കുടിവെള്ളത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ 3 യുവാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പൊതുമുതൽ നശിപ്പിക്കുന്നതടക്കമുള്ള വകുപ്പുകൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ശക്തമായ നിയമ നടപടി എടുക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പള്ളിപ്പുറത്തു നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.